പ്രവാസി കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കുര്യൻ ചെറിയാൻ, തിരുവല്ലയാണ്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറിനോട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം സ്പോർട്സ് ഗെയിംസിൽ നാഷണൽ സ്പോർട്സ് ഗെയിംസ് നടന്നപ്പോൾ 2015 സാറിൻ്റെ കൂടെ PR ആയിട്ട് വർക്ക് ചെയ്തതാണ്. അതൊരു അപൂർവ ഒരു അവസരമാണ് കിട്ടിയത്. കാരണം സാറിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യം തന്നെയാണ്. സാറിനോട് ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ആളിൻ്റെ മനസ്സിൽ നിന്ന് അത് മാറത്തില്ല. ഒരു സ്വാധീനിച്ച വ്യക്തി എന്നെ സമയത്തോളം വളരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ പരിഹാരത്തിനുള്ള ശ്രമം അദ്ദേഹം നടത്താറുണ്ട്. മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹം ഒരു മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കുവാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി പേരെ സഹായിക്കാനുള്ള മനസ്സ്, അതാണ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് കാണുന്നത്. ഒരു ജാടയില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുവാനും മതേതരത്വ രീതി അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടി സാറിനെ കൂടെ കാണാൻ കഴിഞ്ഞത് ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ഒരു രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി സാർ അല്ലാതെ വേറൊരാൾക്കും ഇതുപോലൊരു നിലപാടുണ്ടാക്കാനായിട്ട് കഴിയത്തില്ല. അദ്ദേഹത്തെ ക്രൂശിച്ചപ്പോഴും അദ്ദേഹം ഒത്തിരി സ്നേഹത്തോടു കൂടിയാണ് അത് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. അദ്ദേഹം മരിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഇന്നും എല്ലാ ദിവസവും വീട്ടിലേക്ക് ആളുകൾ വരികയും പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിനുള്ള സ്നേഹവും കടപ്പാടും. അദ്ദേഹം ഒത്തിരി നന്മ ചെയ്തിട്ടുണ്ട്. അതിനിപ്പം സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, ദേശത്ത് ആരെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടോ അവരെ ഒരു വെറും കൈയാടി അദ്ദേഹം വിട്ടിട്ടില്ല. അതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ. പല പരിപാടികൾക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയായിട്ട് മറക്കാൻ മേലാത്ത എന്തെങ്കിലും, നമ്മൾ ഈ മറ്റുള്ളവരൊക്കെ പറയുന്നതിലുപരി ഇപ്പം നിങ്ങളൊക്കെ സഞ്ചരിച്ചു എന്നല്ല പറയുന്നത്, വണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നുന്ന എന്തെങ്കിലും ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ? എനിക്ക് സംഭവം നടന്നത് അത് പബ്ലിക്കായിട്ട് നടന്ന ഒരു ഫംഗ്ഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം കണ്ണൂരെ സംഭവം എടുത്തു പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് കല്ലേറ് ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് എറിഞ്ഞ ആളിനോട് അദ്ദേഹം ശത്രുത കാണിച്ചില്ല. വേറൊരാളാണെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോയി ജയിലിൽ കിടക്കേണ്ടി വരെയുള്ള ശിക്ഷകൾ കിട്ടിയാൽ. പേഴ്സണലി എൻ്റെ കല്യാണത്തിന് 2013 സാറിന് വരാൻ കഴിഞ്ഞില്ല. സാർ എനിക്ക് ഗ്രീറ്റിങ്സ് അയച്ച്, അത് ഒരു വലിയൊരു കാര്യമാണ്. ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നു. പക്ഷേ ഉമ്മൻചാണ്ടി സാറിൻ്റെ ലെറ്റർ എനിക്ക് ഒഫീഷ്യലി തന്നു. അതെനിക്കൊരു മറക്കാൻ വയ്യാത്തൊരു സംഭവം. കാരണം ഉമ്മൻചാണ്ടിയിൽ നിന്നുള്ളൊരു ഗ്രീറ്റിങ്സ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തിനോട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഞാൻ സാമൂഹ്യ പ്രവർത്തനം മാത്രമല്ല, ഉമ്മൻചാണ്ടി സാറിനോട് സ്പോർട്സ് രംഗത്തും അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു. അന്ന് ഗെയിംസ് വന്ന സമയത്ത് കേരളത്തിൽ ഒത്തിരി സ്റ്റേഡിയങ്ങൾ വന്നു. കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ, അദ്ദേഹത്തെപ്പറ്റി നല്ല കാര്യങ്ങളെ പറയാനായിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഇപ്പോൾ മരിച്ച് കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ മറക്കാനായിട്ട് കഴിയാത്തതിൻ്റെ കാരണം ഓരോ വ്യക്തികൾക്കും സ്വാധീനിച്ച വ്യക്തിയാണ്, അല്ലേ? ഈച്ച് ആൻഡ് എവരി വൺ. പേഴ്സണലി പറയുവാണെങ്കിൽ ഓരോരുത്തർക്കും സ്വാധീനം, എന്നെ സംബന്ധിച്ച് ഒത്തിരി സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് പേഴ്സണലി അല്ല, ഞാൻ ഒത്തിരി പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് അതുവഴി ആൾക്കാർക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട് സാർ. ഞാനത് എനിക്ക് സ്വാധീനിച്ചു. കാരണം എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. വളരെ നിർണായക സമയങ്ങളിലൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടൊക്കെ എനിക്ക് എല്ലാ സഹായങ്ങളും നൽകിയിട്ടുള്ള, പ്രോത്സാഹനം നൽകിയിട്ടുള്ള വലിയൊരു നേതാവാണ്. എൻ്റെ ഒട്ടനവധി വിഷയങ്ങൾ, വ്യക്തിപരമായ വിഷയങ്ങൾ പരിഹരിച്ചു തന്നിട്ടുള്ള ഒരാളാണ്. ഭാര്യയ്ക്കൊരു ജോലി സംബന്ധമായ വിഷയം വന്നപ്പോൾ സഹായിച്ചിട്ടുണ്ട്. അനവധി പാവപ്പെട്ടവരുടെ വിഷയങ്ങളുമായി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രവർത്തനം ഓർത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ഞാനിപ്പോഴും വളരെ ഓർക്കുന്നു. അതാണ് കേരളം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ജനകീയയുടെ വളരെ അസാമാന്യ സമാനതകളില്ലാത്ത വലിയൊരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞത്. ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള അടുപ്പത്തിൽ നമ്മളെ സ്വാധീനിച്ച ഒരു കാര്യം, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, ഒരാളുടെ ജപ്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം ജപ്തി നോട്ടീസ് കൊടുത്ത് ജപ്തി ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അവിടെ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ വളരെ ശ്രീ MC ചെറിയാനോടൊപ്പമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം MC ചെറിയാൻ തിരക്കിനിടയിൽ അത് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ എന്നോട് അവിടെ നിൽക്കാൻ പറയുന്നു. പിന്നീട് തിരിച്ച് അത് വായിച്ച ശേഷം പുള്ളി എൻ്റെ അടുത്ത് പറയുന്നു, ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, കേരളത്തിലെ ട്രഷറി നിയന്ത്രണത്തിലാണ് ഈ പണം, അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞൊരു കേസാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പുള്ളി വളരെ ആലോചിച്ച ശേഷം പറയും, നിങ്ങൾ നാളെ എത്ര മണിക്ക് എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ ആ ഓഫീസിൽ അവിടെ ഈ ആളുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ കുറേ കഴിയുമ്പോൾ എന്നെ പുള്ളി വിളിച്ച് കഴിയുമ്പോൾ ഈ ജപ്തി ചെയ്യേണ്ട ആ ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരി പുള്ളിയുടെ കോൺഫറൻസ് ഹാളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളി അദ്ദേഹത്തെ വിളിച്ച് പറയുന്നു, ഇത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട കേസാണ്, ഇതിനകത്തൊരു എന്താണ് ചെയ്യാൻ കഴിയുന്നത് കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ജപ്തി സമയം തീരുമാനിച്ചു, ഡേറ്റ് തീരുമാനിച്ചു, സീൽ ചെയ്യാൻ പോകുന്നു അവസ്ഥയാണ്.
അവിടെ നിന്ന് അടിയന്തരമായി അന്നത്തെ സമയത്ത് ഈ ഇതൊന്നുമില്ല, മറ്റേ മൊബൈൽ ഫോൺ കാര്യങ്ങളൊന്നുമില്ല. അവിടുന്ന് കളക്ടർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുപ്പിക്കാനുള്ള ജപ്തി നടപടി 3 മാസത്തേക്ക് നിർത്തിവെക്കാനുള്ള ഒരു വലിയൊരു കുടുംബത്തെ സഹായിക്കുന്നൊരു നടപടി സ്വീകരിച്ചത് ഇന്ന് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വലിയ കാര്യമാണ്. പിന്നെ എൻ്റെ ഭാര്യയുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോഴും പുള്ളി ആ ചെയ്യേണ്ട ആൾക്ക് നേരിട്ട് വന്ന്, എനിക്ക് വേണ്ടി നേരിട്ട് വന്ന് അദ്ദേഹം ആ ഓഫീസിൽ പോയി NSS ജനറൽ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് ഇത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു കാര്യവും ഞാൻ ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ്. സമയത്ത് ഒത്തിരി ആൾക്കാരെതിരെ വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിച്ചു. കാര്യം എനിക്കറിയാം, കാര്യം അതിന് ഒരു മരത്തിൽ നിന്ന് എന്താണ് ഉണ്ടാവുന്നത് എന്ന് ഒരു ചിന്തിക്കുന്ന ഒരു മനസ്സിലുണ്ടായിരിക്കും. അങ്ങനെ ഉമ്മൻചാണ്ടി സാറിൽ നിന്നുണ്ടായത് എന്താണെന്ന് ജനഹൃദയങ്ങളിൽ മനസ്സിലാക്കിയതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു 72 മണിക്കൂർ നീണ്ടു നിന്ന അന്ത്യയാത്ര. അപ്പോൾ ആ അന്ത്യയാത്രയിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം മരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായി. കാര്യം ഇനിയും ബെൻസൻ ചേട്ടനാണെങ്കിൽ ഒരു വാർഡ് മെമ്പർ ആയിരുന്നു. ആ വാർഡ് മെമ്പർ ആയപ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി സാർ വഴി കൂടുതൽ സഹായങ്ങൾ നേടിക്കൊടുക്കാൻ പറ്റുമല്ലോ. കാര്യം ഒന്നുമല്ലായിരുന്ന സമയത്ത് പുതുപ്പള്ളിയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ഈ മെമ്പറായിരുന്ന സമയത്ത് സാറില്ലാതായപ്പോൾ ഇനി അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ എന്നൊരു വിഷമമാണ് ആദ്യം ഉണ്ടായത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര ദുരന്തത്തിന് പുറപ്പെട്ടപ്പോൾ തൊട്ട് നമ്മൾ TV യിൽ കണ്ടപ്പോൾ ഉള്ളിൻ്റെ ഭയങ്കര വിഷമമാണ്. ഞാൻ മെൻസിനോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫിസിക്കലി കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മെൻസിനെ എനിക്ക് എന്തായാലും ഒന്ന് പോയി കാണണം, ചങ്ങനാശ്ശേരി ആയാലും കാണണം. പക്ഷേ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ പുറപ്പെട്ടു. അവിടെ നിന്ന് ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാനും എൻ്റെ കുഞ്ഞിനെയും കൂട്ട് വെൻസിനായിട്ട് തിരുനക്കരയിൽ പോയി. അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് മൃതദേഹം കാണാൻ സാധിച്ചു. പക്ഷേ എന്നാലും ഫ്യൂണറലിൽ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം വെൻസിനോട് പറഞ്ഞപ്പോൾ അന്ന് രാത്രിയിൽ പുതുപ്പള്ളിയിൽ ഇവിടെ തന്നെയാണ് കൊണ്ടുവന്നത്. അക്കരെ നിന്നിട്ട് ഒരു നോക്ക് കാണാനായിട്ട് അവിടെ ആ ഒരു മതിലിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കയറി നിന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ വികാരപരമായിട്ട് എനിക്ക് ഒത്തിരി വിഷമം തോന്നിയ ഒരു കാര്യമാണ്. കാര്യം ഇങ്ങോട്ട് ഒരു കയറ്റിവിടത്തില്ലായിരുന്നു നമ്മളെ. കാര്യം അന്ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല. ഈ സൈഡിൽ കൂടി ആംബുലൻസ് ഇങ്ങനെ കയറി പോയപ്പോൾ ഭയങ്കര തേങ്ങലാണ് എനിക്കുണ്ടായത്. കാര്യം എനിക്കൊരു വീട്ടിൽ നിന്ന് ആരൊക്കെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ഭയങ്കര ഒരു നഷ്ടബോധം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒരു 5-6 തവണ ഞങ്ങൾ ഇവിടുന്ന് ഈ കബറിലേക്ക് വന്നിട്ടുണ്ട്. ഈ 2ാം വർഷവും ഈ സമയത്ത് ഇവിടെ വന്ന് ഒരു പൂവെങ്കിലും എനിക്ക് വെക്കണേന്ന് ഞാൻ മനസ്സിനോട് പറഞ്ഞത് അതാണ്. ഇന്ന് ജനമനസ്സുകളിൽ ജീവിക്കുന്നു, ഇന്ന് ഞങ്ങളുടെ ഉള്ളിൽ. ചാണ്ടിയമ്മനെ പറ്റി പറയുമ്പോൾ ഉമ്മൻചാണ്ടി സാറിനെക്കാളും ഒട്ടും പിന്നിൽ പോകത്തില്ല സാറ്. കാര്യം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ 3 ആഴ്ചയ്ക്ക് മുന്നേ നടന്ന നമ്മുടെ മെഡിക്കൽ കോളേജിൽ നടന്ന ദുരിതത്തിൽ ബിന്ദുവിൻ്റെ വീട്ടിൽ ഇടപെട്ടതും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതും. കാര്യം സാർ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് സാറ് ഇടപെട്ടതും. പിന്നെ അതുകൊണ്ടാണ് ആ ഒരു 5 ലക്ഷം രൂപ സാറിന് കൊടുക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് അവർ സർക്കാർ 10 ലക്ഷം രൂപ കൊടുത്തത്. സാർ 5 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഒന്നും അതല്ലല്ലോ കൊടുക്കണ്ടേ. ഇങ്ങനെ എങ്ങനെയല്ലോ ഒന്ന് രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാറിനേക്കാൾ ഒട്ടും ഇനി പോവില്ല ചാണ്ടി ഉമ്മൻ എന്നൊരു ഉറപ്പുണ്ട്. ഇനി ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു ഉത്തരം എനിക്ക് തോന്നുന്നു ചാണ്ടി ഉമ്മനാണ്. ചാണ്ടിയമ്മൻ മുഖ്യമന്ത്രി ആയാൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. കാര്യം കുഞ്ഞു എന്ന ജനമനസ്സുകളിൽ ജീവിക്കുന്നു എന്നതിൻ്റെ അത് നമ്മൾ പറയുന്നത് വികാരപരമായിട്ടാണ് നമ്മൾ പറയുന്നത്. കുഞ്ഞു ജനമനസ്സുകളിൽ ജീവിക്കുന്നത്. പക്ഷെ ചാണ്ടി ഉമ്മൻ അത് യാഥാർത്ഥ്യമാക്കുമെന്നൊരു വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.